സതീശനോട് ഔട്ട് ഓഫ് സിലബസ് ചോദ്യം ചോദിച്ചാൽ, അതായത് മുൻകൂട്ടി നമ്മൾ ധാരണ ഉണ്ടാക്കിയതിനപ്പുറം ചോദ്യങ്ങൾ വന്നാലുള്ള പ്രതികരണം കണ്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ ധാർഷ്ട്യവും ധിക്കാരവും അല്ലാത്ത സർവ്വസാധാരണമായിട്ടുള്ള പ്രതികരണമായിട്ട് മാധ്യമങ്ങൾ കേൾപ്പിക്കുകയും, എന്നാൽ ഇതേ ശബ്ദം എവിടെയെങ്കിലും പിണറായി വിജയൻ എടുത്താൽ ക്ഷോഭിച്ചു, പൊട്ടിത്തെറിച്ചു, ധിക്കാരം, അഹങ്കാരം എന്ന ചാപ്പ കുത്തുന്നവർ ഇന്ന് സതീശന്റെ വർഗീയ മുഖത്തെ വലിച്ചു കീറുന്ന ഒരു ചോദ്യം അദ്ദേഹത്തിന് നേരെ വന്നപ്പോഴുള്ള പ്രതികരണം ഒന്ന് കണ്ടേ. അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കൈരളി എഴുതിയ പച്ചക്കള്ളമാണ്. പച്ചക്കള്ളം ഞാൻ വീണ്ടും ആവർത്തിച്ച് പച്ചക്കള്ളാണ്. കൈരളി എന്തും പറയും, എന്തു വൃത്തികേടും പറയും. ആ വൃത്തികേടുകൾ പറയുന്ന കൂട്ടത്തിലാണ്. ആ ഒരു കാരണവശാലും പിൻവലി. നിങ്ങൾ അതാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തൊന്നുമല്ല. ചെല്ലി പറഞ്ഞോ. വേറെ ഇത് പച്ചക്കള്ളാണ് ഈ പറഞ്ഞത്. കോടതിയിൽ പറയാത്ത കാര്യം പച്ചക്കള്ളം പ്രചരിപ്പിച്ചു. എന്ത് വൃത്തികേടും പറയും. ഒന്നുകൂടി ആവർത്തിച്ചു പറയും. എന്ത് വൃത്തികേടും പറയും. കണ്ടല്ലോ, ഒരു വനിതാ മാധ്യമ പ്രവർത്തകയാണെന്ന് പോലും പരിഗണിക്കാതെ കൈരളി പച്ചക്കള്ളമാണ് പറയുന്നത്. അതായത് ഞാൻ പറയുന്ന പച്ചക്കള്ളങ്ങൾക്ക് ഒരൊറ്റ ചോദ്യം പോലും തിരിച്ചു ചോദിക്കാതെ വാലും ചുരുട്ടി അനുസരണയുള്ളവരെ പോലെ ദിവസപ്പടി വാങ്ങിയിരിക്കുന്നവരാണ് യഥാർത്ഥ സത്യം പറയുന്ന മാപ്രകളാണത്രേ. അതായത് സതീശൻ ഈ നാട്ടിൽ രാഷ്ട്രീയമെന്ന പേരിൽ വിളിച്ചു കൂവുന്ന പച്ച നുണകൾ, പെരും കള്ളങ്ങൾ, ഇതിനെതിരെ ആരെങ്കിലും ശക്തമായി ചോദ്യം ചോദിച്ചാൽ അവിടെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്തുകൊണ്ടായിരിക്കും ക്യാമറകൾക്ക് മുന്നിലെ മികച്ച അഭിനേതാവായിട്ടുള്ള സതീശന് ഇങ്ങനെ പ്രതികരിക്കേണ്ടി വരുന്നത്? ചില സന്ദർഭങ്ങളിൽ നമ്മൾ കുടുങ്ങിപ്പോയാൽ എന്ത് ചെയ്യും? ഉള്ളിലെ ഫ്രോഡ് എടുത്ത് പുറത്ത് ചാടും. നമ്മൾ ഇതിനെ എല്ലാത്തിനെയും മറച്ചു വെച്ചുകൊണ്ട് വേറൊരാളായിട്ട് അഭിനയിച്ച് തകർക്കുകയാണല്ലോ. അതിനുവേണ്ടി നമുക്കൊപ്പം താളം പിടിക്കാനും അല്ലെങ്കിൽ അതിന് സ്ക്രിപ്റ്റിനനുസരിച്ച് ഓരോ കഥാപാത്ര ചോദ്യങ്ങളായി വരാനും പലരെയും നമ്മൾ നിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ ഒരു പ്രത്യേകതരം എപ്പിസോഡായിട്ട് കൊണ്ടുപോകുമ്പോഴാണ് പലപ്പോഴും സതീശന് നേരെ ചെയ്യുന്ന യഥാർത്ഥ പ്രവൃത്തിയെക്കുറിച്ചുള്ള ചോദ്യം കുറിക്ക് കൊള്ളും പോലെ വന്നാൽ ഉടനടി സതീശൻ അവിടെ ഒന്ന് പതറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? പിടിച്ചു നിൽക്കാൻ വേണ്ടി ചോദ്യം ചോദിക്കുന്നവരുടെ വായടപ്പിക്കാൻ അവരുടെ മുഖത്ത് നോക്കി വായി തോന്നുന്ന പറയണം, അവരെ അധിക്ഷേപിക്കണം. അതാണ് നിങ്ങൾ കണ്ടത്. ഇവിടെ തീർന്നിട്ടില്ല. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ജമാഅത്ത് ഇസ്ലാമിയെ കഷത്തു വെച്ചതും ഏറ്റവും ഒടുവിൽ നിയമസഭയിൽ ചർച്ച ചെയ്യാതെ ഇറങ്ങി ഓടിയതിന്റെ അണിയറ രഹസ്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ പിടിവിട്ടു പോവുകയാണ് സതീശന്. ഇന്നലകളിൽ നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന പല പദ്ധതികളും തെറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട് കഴിയുന്ന വ്യക്തിക്ക് വിറളി പൂണ്ടു പോകുമത്രേ. അങ്ങനെ ഇന്ന് വിറളി പൂണ്ട് മാധ്യമങ്ങളുടെ പതിവ് ചോദ്യങ്ങൾക്കപ്പുറം കൈരളിയിൽ നിന്ന് ഉയർന്ന കുറിക്ക് കൊള്ളുന്ന ചോദ്യങ്ങൾ സതീശനെ വല്ലാതെ ഉഴറിച്ചു. അപ്പോൾ എന്ത് ചെയ്യണം? പിടിച്ചു നിൽക്കാൻ ചോദ്യം ചോദിച്ച ആളെ അധിക്ഷേപിച്ച് രക്ഷപ്പെടണം. അതാണ് അവിടെ കണ്ടത്. ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്, സതീശനും സംഘവും പ്ലാൻ ചെയ്തുകൊണ്ടുവന്ന പല പദ്ധതികളും ഫ്ലോപ്പായതിന്റെ അടിസ്ഥാനത്തിൽ കയ്യിലുള്ള നുണ ആയുധങ്ങൾ തീരുന്നതിന്റെ വെപ്രാളവും അതിന്റെ കലിപ്പും സതീശന്റെ ആ പ്രതികരണത്തിൽ കൃത്യമായി കാണാൻ പറ്റും. അതൊക്കെ വെറുതെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറയാണ്. ഇപ്പൊ പ്രതിരോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം പറയാ. കഴിഞ്ഞ ദിവസമൊക്കെ എന്തെല്ലാം പറഞ്ഞു, മന്ത്രിമാർ എന്തെല്ലാം വിവരക്കേടാണ് അസംബ്ലിയിലും മന്ത്രിമാർ വിളിച്ചു പറഞ്ഞത്. സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണമെന്ന്, അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ വിവരദോഷികളായ ഞാൻ ഇത്തരം വാക്കുകൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഇത്രയും വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ എന്നോട് ക്ഷമിക്കണം നിങ്ങൾ, പൊതുസമൂഹവും. വിവരക്കേട് നിയമസഭയിൽ നിന്ന് വിളിച്ചു പറഞ്ഞ മന്ത്രിമാരുള്ള സംസ്ഥാനമാണെന്നോർത്ത് ഞങ്ങൾ ലജ്ജിക്കുന്നു. മുജീബ് റഹ്മാൻ എന്ന് പത്രസമ്മേളനം നടത്തി? അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ മതരാഷ്ട്രവാദം അവർ ഉപേക്ഷിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആണെന്നേ മതരാഷ്ട്രവാദം അവരുപേക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിനോട് ക്ലാരിഫൈ ചെയ്തോ. ഞങ്ങളെ അറിയിച്ചിരിക്കുന്നതും ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതും അദ്ദേഹം തിരുവനന്തപുരത്തും മലബാറിലും പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ളതും മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചെന്നാണ്. വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? എനിക്കറിയില്ല. ഞാൻ അറിയേണ്ട കാര്യമില്ല. ഞാൻ അറിയേണ്ട കാര്യമില്ല. അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങൾ നിങ്ങൾ KPCC പ്രസിഡന്റിനോട് ചോദിക്കണം. അദ്ദേഹം പറയും. ഞാൻ സംഘടനാപരമായ കാര്യങ്ങൾ മറുപടി പറയില്ല. ഞാൻ പറയാറില്ലല്ലോ.
ഒന്നും ആയിട്ടില്ല, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ആ സ്ത്രീയോട് തന്നെ സതീശൻ പറയുന്ന ഒരു ശൈലി കണ്ടില്ലേ? പോടം എന്നൊക്കെ പറയുന്ന രീതി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സതീശനാണ്. ഇത്രയും കാലം കൃത്രിമമായി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. താൻ ഏത് ചോദ്യങ്ങൾക്ക് മറുപടി പറയും, മുഖ്യമന്ത്രിയെ പോലെയല്ല, എന്ത് ചോദ്യം വേണോ ചോദിച്ചോ എന്നൊക്കെ ചുമ്മാ ഇരുന്ന് ബെടായി അടിക്കുന്ന യഥാർത്ഥ സതീശൻ അടിമുടി കാപട്യമല്ലെങ്കിൽ ഇതൊക്കെയാണ്. നാട് കണ്ടിരിക്കുക. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരോടും പാർട്ടി പ്രവർത്തകരോടും സതീശൻ പെരുമാറുന്ന ശൈലിയാണ് ഈ കണ്ടത്. ഈ രീതിയിൽ മാടമ്പിത്തരം കാണിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ മുന്നിൽ വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് NDTV-യിലൂടെയൊക്കെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്ന് പറയുന്നത്. ഒരു ചുക്കും ആകില്ല. ഈ കാപട്യങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞാൽ ഇതൊക്കെ സ്വാഭാവികമായി തകർന്നുകൊള്ളും. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെയൊക്കെ വാർത്താ സമ്മേളനങ്ങളിൽ 4 ഉശിരൻ ചോദ്യം തിരിച്ചു ചോദിക്കാൻ പറ്റുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ മതി. അതോടുകൂടി കച്ചവടം പൂട്ടുന്ന അവസ്ഥയാണെന്ന് ഇന്നത്തെ വാർത്താ സമ്മേളനം തെളിയിക്കുന്നുണ്ട്.